നമസ്കാരം, KRC ന്യൂസിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണും അമർത്തുക. നമ്മുടെ ഈ മാധ്യമ ശില്പശാലയുടെ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് മറവൂർ അബ്ദുൽ ഖാദർ മാസ്റ്ററാണ്. മാഷെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബീഷ് ബാബു അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ മാധ്യമ ശില്പശാല ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA അവർകളാണ്. അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ചടങ്ങിൽ ഈ ശില്പശാലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഇവിടെ വിഷയാവതരണം നടത്തുന്ന നമ്മുടെ മുഖ്യാതിഥി കൂടിയായ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ കൂടിയായ ഡെന്നി ജോർജ്, ശ്രീ വി സൈദ്, ശ്രീ പീറ്റർ ഏഴിമല, പ്രിയങ്കരനായ ശ്രീ തോമസ് അയ്യങ്കാനെ ഉൾപ്പെടെയുള്ള ജില്ലാ ഭാരവാഹികളായിട്ടുള്ള ശ്രീ ഷൈൻ, ശ്രീ ഷിബു, ഹിന്ദു അശോക് ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രിയപ്പെട്ട സംഘടനാ ഭാരവാഹികളെ, ഏറ്റവും പ്രിയപ്പെട്ട മാധ്യമ കുടുംബത്തിലെ അംഗങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ ഏറ്റവും വിശാലമായ വിപുലമായ കൂട്ടായ്മയാണ്. മാധ്യമ പ്രവർത്തന രംഗത്ത് ഏറ്റവും ശ്രേഷ്ഠമായ സംഭാവനകൾ നൽകി ഈ മാധ്യമ രംഗത്ത് ചടുലവും സത്യസന്ധവും ക്രിയാത്മകവുമാക്കി മാറ്റുന്ന മാധ്യമ പ്രവർത്തകരുടെ സംഘടനയാണ് കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ എന്ന കാര്യം വളരെ അഭിമാനത്തോടെ ഞാൻ സ്മരിക്കുകയാണ്. കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഒരുക്കിയിരിക്കുന്ന ഈ ശില്പശാലയിൽ സംബന്ധിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ഞാൻ പ്രത്യേകമായി നാടിനു വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, ജനപ്രതിനിധികൾക്ക് വേണ്ടി നിങ്ങളെ ഏവരെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഒരു സംഘടന എന്ന നിലയിൽ അവകാശങ്ങൾക്ക് വേണ്ടി എന്നതുപോലെ തന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച്, നമ്മുടെ ധർമ്മത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തനത്തിൻ്റെ നിയമ പ്രശ്നങ്ങളെക്കുറിച്ചുമെല്ലാം അംഗങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള സംഘടനയുടെ ചുമതലയാണ്. ആ ചുമതലയാണ്, ആ ദൗത്യമാണ് ഈ സംഘടന ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും അഭിമാനകരമാണ്. തീർച്ചയായും ഇത്തരത്തിൽ ഒരു ബോധവൽക്കരണ പരിപാടി, ഒരു പഠനക്കളരി ഇവിടെ സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്നത് ഈ സംഘടനയുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറെ ചർച്ചകളിലൂടെ ദീർഘവീക്ഷണത്തോടെ എടുത്ത തീരുമാനത്തെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. പൊതുവെ നമ്മുടെ സംഘടനകൾ, അത് ഏത് മേഖലയിലാണെങ്കിലും, നമ്മൾ കാണാറുള്ളത് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റ് എന്റർടൈൻമെന്റ്സ് ആയിട്ടുള്ള പരിപാടികളാണ് സംഘടിപ്പിക്കുന്നതെങ്കിൽ മാധ്യമ പ്രവർത്തകരുടെ ഉത്തരവാദിത്വ ബോധത്തെ കൂടുതൽ ക്രിയാത്മകമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉദ്യമത്തിന് മുദ്രിക വഴി ഈ സംഘടന ഇന്ന് കേരളത്തിലെ മാധ്യമരംഗത്ത് മാത്രമല്ല മറ്റെല്ലാ മേഖലയ്ക്കും, തൊഴിലാളികളുടെ മാത്രമല്ല മറ്റേത് മേഖലയുടെ ജീവനക്കാരുടെ ഒരു സംഘടന എന്ന നിലയിലാണെങ്കിലും, തൊഴിലാളികളുടെ സംഘടന എന്ന നിലയിലാണെങ്കിലും, ജനകീയ സംഘടന എന്ന നിലയിലാണെങ്കിലും, സന്നദ്ധ പ്രസ്ഥാനമാണെങ്കിലും അവർക്കെല്ലാം ഒരു മാതൃകയായി ഇന്ന് ഈ കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ ഇന്ന് മാറിയിരിക്കുകയാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ചുള്ള സെമിനാറുകളാണ് ഇവിടെ നടക്കുന്നത്. പ്രിയങ്കരനായിട്ടുള്ള ഡെന്നി ജോർജ്, ശ്രീ വി സൈദും ശ്രീ പീറ്റർ ഏഴിമലയും നമ്മുടെ സംഘടനയുടെ
ചട്ടക്കൂട്ടിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു മാധ്യമ പ്രവർത്തകനായി വളർന്ന് എത്രമാത്രം ഉയരാൻ സാധിക്കുമോ എന്നതിന്റെ സാധ്യതകൾ, നമ്മുടെ കഴിവുകളെ എങ്ങനെ പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നതിന്റെ സാധ്യതകളെ ഇവിടെ തീർച്ചയായിട്ടും അവരുടെ ക്ലാസുകളിലൂടെ ഇവിടെ അനാവരണം ചെയ്യപ്പെടുമെന്ന് ഞാൻ കരുതുകയാണ്. കാരണം മാധ്യമ പ്രവർത്തകന്റെ സ്വാതന്ത്ര്യവും അവകാശവും അവർക്ക് ലഭിക്കുന്ന സ്വീകാര്യതയും ബഹുമാനതയും മറ്റേതിനേക്കാൾ വിലമതിക്കുന്നതാണ് എന്നുള്ളത് കൊണ്ടും രാഷ്ട്രസങ്കല്പത്തിൽ രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ശിലകളിൽ നിയമനിർമ്മാണ സഭ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നതുപോലെ തന്നെ നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയായി പില്ലറായി കാണുന്ന നമ്മുടെ മാധ്യമ രംഗം, മാധ്യമങ്ങൾ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന നിലയിലാണ് നമ്മുടെ രാജ്യത്ത് അറിയപ്പെടുന്നത്. അത്രയും പ്രാധാന്യമുള്ള ഒന്നാണ് മീഡിയ. രാഷ്ട്രത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നിയമനിർമ്മാണ സഭയാണ് നിയമങ്ങൾ നിർമ്മിക്കുന്നത്, എക്സിക്യൂട്ടീവാണ് നിയമങ്ങൾ നടപ്പിലാക്കുന്നത്, ജുഡീഷ്യറിയാണ് ആ നടപ്പിലാക്കുന്ന തീരുമാനങ്ങളുടെ നിയമസാധുത പരിശോധിക്കുന്നത്, ജനങ്ങളുടെ, പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതെങ്കിൽ നാലാമത് വരുന്ന പില്ലർ ഈ ഫോർത്ത് എസ്റ്റേറ്റ് വിമർശനാത്മകമായി നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുകയും വാർത്തകൾ മാത്രമല്ല ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശത്തെ സാധൂകരിക്കുന്ന പ്രവർത്തനമാണ്. വിവരങ്ങൾ ആശയവിനിമയം നടത്തി ജനങ്ങൾക്ക് ലഭ്യമാക്കുക, സംലഭ്യമാക്കുക എന്നുള്ള ഏറ്റവും ജനകീയമായ പ്രവർത്തനത്തെയാണ് ഫോർത്ത് എസ്റ്റേറ്റ് വഴി മാധ്യമ പ്രവർത്തകർ നടത്തി വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ജനപ്രതിനിധിയായി നിൽക്കുന്ന എന്നെ പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു പരിധി വരെ ജനപ്രതിനിധികളെക്കാൾ ജനപക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട നിയമനിർമ്മാണ സഭയാണെങ്കിലും എക്സിക്യൂട്ടീവ് ആണെങ്കിലും ജുഡീഷ്യറി ആണെങ്കിലും അതിലെ അപാകതകളും പോരായ്മകളും കുറവുകളും ചൂണ്ടിക്കാണിച്ച് നേരിന്റെ വഴിയിലൂടെ നാടിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ഈ സർക്കാരിന്റെ അടിസ്ഥാന ശിലകളെ മാറ്റിയെടുക്കുക എന്നുള്ള വളരെ വലിയ ഉദാത്തമായ ഉദ്യമമാണ്, ലക്ഷ്യമാണ് മാധ്യമ പ്രവർത്തന രംഗത്തോടുകൂടെ നമ്മൾ ലോകരാജ്യങ്ങൾ വിഭാവനം ചെയ്തു. അത്രയേറെ പ്രാധാന്യമുള്ള മാധ്യമ പ്രവർത്തനത്തെ, അതിന്റെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പരമപ്രധാനമായ ഒന്നാണ്. അടുത്ത കാലത്ത് വരുന്ന വാർത്തകൾ വളരെയേറെ ആശങ്കാജനകമായിട്ടുള്ള കാര്യങ്ങളാണ്. ഏകാധിപത്യവും അതുപോലെ തന്നെ സർവാധിപത്യവും ഒക്കെ പല രാജ്യങ്ങളിലും എന്നതുപോലെ തന്നെ പല പ്രദേശങ്ങളിലും മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കുന്ന വിധത്തിൽ, മാധ്യമ പ്രവർത്തനത്തെ വളരെ ദോഷകരമായി ബാധിക്കുന്ന വിധത്തിലുള്ള പല സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അറിഞ്ഞും അറിയാതെയും സർക്കാരുകൾ, നിയമനിർമ്മാണ സഭകൾ സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട്, മാധ്യമ സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശത്തെ ഇല്ലാതാക്കുന്ന സമീപനം പല ഗവൺമെന്റുകളും സ്വീകരിച്ചു വരുന്നത് എന്നുള്ളത് വളരെ ആശങ്കയോടെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. പലപ്പോഴും നിയമനിർമ്മാണ സഭകളിൽ നടത്തുന്ന ചർച്ചകൾ പോലും ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി നിയമസഭയിൽ അല്ലെങ്കിൽ പാർലമെന്റിൽ നടത്തേണ്ട ചർച്ചകൾ, അത് കാണാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. പലപ്പോഴും അതിനുള്ള അവകാശങ്ങൾ പോലും പലപ്പോഴും നിഷേധിക്കുന്ന സമീപനം വളരെ നിരുത്തരവാദമായിട്ടുള്ള, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള, സത്യത്തിൽ ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ 19(1) അനുസരിച്ച് അഭിപ്രായ പ്രകടനത്തിലുള്ള സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമായി നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. പലപ്പോഴും മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും വാദപരത സംസാരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ, അത് ഏത് സംഘടനയാകട്ടെ, പലരും സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ വാചാലമായി സംസാരിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും നമുക്ക് അതിനുള്ള അധികാരം ലഭിക്കുമ്പോൾ അത്തരത്തിലുള്ള സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാനുള്ള സമീപനം പലപ്പോഴും പല മേഖലകളിലും വെച്ചു പുലർത്തുന്നത്, അത് ഇന്ത്യയാണെങ്കിലും മറ്റു രാജ്യങ്ങളാണെങ്കിലും നമ്മുടെ ലോക ജനാധിപത്യത്തിന് തന്നെ, വിശ്വ മാനവികതയ്ക്ക് തന്നെ എതിരായ സങ്കല്പമാണ് എന്ന കാര്യം നമുക്ക് കാണാതിരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക്
പലപ്പോഴും അന്യായമായിട്ടുള്ള നിയമ നടപടികളുടെ പേരിൽ കോടതി കയറേണ്ട സാഹചര്യം ഉണ്ടാകാറുണ്ട്. നീതിപൂർവകമായി റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ പലപ്പോഴും നിയമപരമായിട്ടുള്ള നടപടികൾക്ക് വിധേയമാകേണ്ട വന്ന സാഹചര്യം പല മാധ്യമപ്രവർത്തകർക്കും ഉണ്ടായിട്ടുണ്ട്. ആക്രമിക്കപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെ അക്രമം ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകർക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകരുടെ സ്വകാര്യ ജീവിതത്തെ പോലും ഇല്ലാതാക്കുന്ന, ദുർബലപ്പെടുത്തുന്ന, മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുന്ന സമീപനങ്ങൾ അടുത്ത കാലത്ത് വർദ്ധിച്ചു വരുന്നത് ഏറെ ആശങ്കയോടെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. അതിനെ എതിർത്ത് അത് പരാജയപ്പെടുത്തുക എന്ന ഒരു ഉത്തരവാദിത്വം മാധ്യമ പ്രവർത്തകർക്ക് മാത്രമല്ല, ഈ മാധ്യമ സ്വാതന്ത്ര്യം നിലനിർത്താൻ ജനങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നമുക്ക് ഏവർക്കും എല്ലാവർക്കും ഒരുമിച്ച് നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ നിയമനിർമ്മാണ സഭയിൽ എനിക്ക് ലഭിക്കുന്ന അവസരങ്ങളിലൊക്കെ മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ പ്രത്യേകം താല്പര്യമെടുക്കും. എനിക്ക് ലഭിക്കുന്ന അവസരം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. എപ്പോഴും നമ്മുടെ നാടിന്റെ, പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയുടെ വികസനം വളരെ പരമപ്രധാനമാണ്. ആ നിലയിലെല്ലാം നമ്മുടെ മേഖലയിൽ അത്തരം വികസന ആവശ്യങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജനങ്ങൾക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ജനപ്രതിനിധി എന്ന നിലയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം എന്ന നിലയിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് പലപ്പോഴും വിമർശനങ്ങൾ കേൾക്കാറുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അതിലൊന്നും ഞങ്ങൾക്ക് ആർക്കും പരിഭവമില്ല. എപ്പോഴും അത്തരത്തിലുള്ള ക്രിയാത്മകമായ വിമർശനത്തെ ഞങ്ങൾ എല്ലാവരും സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളാണ് ഏതെങ്കിലും തെറ്റുകൾ കണ്ട് ചൂണ്ടിക്കാണിക്കേണ്ടത്. ഒരുപക്ഷെ എന്തെങ്കിലും അവിചാരിതമായി, അപ്രതീക്ഷിതമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ബോധപൂർവമല്ലാത്ത എന്തെങ്കിലും അത്തരത്തിലുള്ള ശ്രമങ്ങളോ തീരുമാനങ്ങളോ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും സൗഹാർദ്ദപരമായി നിങ്ങൾക്ക് വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. എനിക്ക് മാത്രമല്ല, ഏതൊരു ജനപ്രതിനിധിയോടും ഒരിക്കൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു മാർഗനിർദ്ദേശം നൽകാനും തിരുത്താനുമുള്ള ഒരു അവസരം നിങ്ങൾക്ക് നൽകാം. വീണ്ടും വീണ്ടും ആ തെറ്റുകൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വിമർശിക്കാനും അത് തിരുത്താനുമുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും ആ സ്വാതന്ത്ര്യത്തെ ഏറ്റവും ആദരവോടെ നോക്കിക്കാണുന്നു. ഒരിക്കലും ഒരു ശത്രുതാ മനോഭാവത്തോടെ ഒരു മാധ്യമ പ്രവർത്തകരോടും പെരുമാറാൻ ഞങ്ങൾക്ക് ആർക്കും, രാഷ്ട്രീയ നേതൃത്വത്തിനാണെങ്കിലും ജനപ്രതിനിധികൾക്കാണെങ്കിലും അതിനുള്ള അവകാശമില്ല എന്നുള്ളത് തിരിച്ചറിയുന്നു. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ഈ മലയോര മേഖലയിൽ വികസന ആവശ്യങ്ങൾ ഈ നാടിന് വേണ്ടി ഞങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതിൽ മറ്റാരേക്കാളും വലിയ പങ്കാണ് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ വഹിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു. പലപ്പോഴും പല തീരുമാനമെടുക്കുന്നതിലും നിങ്ങളുടെ എല്ലാവരുടെയും മാർഗനിർദ്ദേശങ്ങൾ എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ നൽകിയിട്ടുണ്ട്. പല കാര്യങ്ങളും സ്വീകരിക്കാൻ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും നമ്മുടെ മേഖലയിലെ അത്തരം കാര്യങ്ങളിൽ, വികസന കാര്യങ്ങളാണെങ്കിലും നയപരമായ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ നാടിനു വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിലും തീർച്ചയായിട്ടും അത്തരം നിർദ്ദേശങ്ങളെ പൂർണ്ണമായും ഏറ്റവും സന്തോഷത്തോടെ സ്വീകരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. ദീർഘമായ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. മാധ്യമ പ്രവർത്തകരുടെ അവരുടെ സേവന കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന വേതനം അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന അംഗീകാരം പലപ്പോഴും കുറഞ്ഞു പോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നമ്മളെല്ലാം കാണുകയാണ്. നിങ്ങളുടെ ഈ ചർച്ചാവേളകളിൽ തീർച്ചയായും അതെല്ലാം ചർച്ച ചെയ്യപ്പെടും എന്നെനിക്കറിയാം. ചെറിയ മാധ്യമ സ്ഥാപനങ്ങൾക്ക് പരിമിതികളുണ്ട് എന്ന കാര്യം നമുക്കറിയാം. എങ്കിലും മാധ്യമ പ്രവർത്തകരെ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയായി ചേർത്ത് നിർത്താനും അവരെ സംരക്ഷിക്കാനും സർക്കാരിനും പൊതുസമൂഹത്തിനും വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ നിലയിൽ മാധ്യമ പ്രവർത്തകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശക്തമായ നടപടികളും തീരുമാനങ്ങളും അതിനുവേണ്ടിയുള്ള സ്കീമുകളും നമ്മുടെ സർക്കാർ, അത് സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും മാധ്യമ പ്രവർത്തകരുടെ അത്തരത്തിലുള്ള ഏറ്റവും ന്യായമായിട്ടുള്ള മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സമീപനം അവർക്ക് ലഭ്യമാക്കാൻ ഇനിയും നാടുകൾ കാത്തിരിക്കേണ്ടി വരുന്നു എന്നുള്ളത് വളരെ ഏറെ ഒരു ദൗർഭാഗ്യകരമായ കാര്യമായി ഞാൻ കാണുന്നു. ഏറ്റവും മുൻനിര മാധ്യമ പ്രവർത്തനങ്ങളിൽ പോലും ഏർപ്പെട്ടിരിക്കുന്ന നിരവധി സുഹൃത്തുക്കളെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. വളരെ ചെറിയ വേതനത്തിനാണ് അവരൊക്കെ തന്നെ ജോലി ചെയ്യുന്നത്. പല തൊഴിലാളി മേഖലയിലും തൊഴിൽ മേഖലയിലും ജോലി ചെയ്യുന്ന പലരുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും നോബിളായിട്ടുള്ള ഒരു പ്രൊഫഷൻ ആണെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം അവർക്കെല്ലാം ഒരു മാന്യതയും ബഹുമാന്യതയും ഉറപ്പുവരുത്താൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ പൊതുസമൂഹത്തിനുണ്ട്. കാരണം പൊതുസമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് മാധ്യമ പ്രവർത്തകരെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായും ആ രംഗത്ത്
എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന കാര്യം തീർച്ചയായും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കൂടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിച്ചാൽ തീർച്ചയായിട്ടും നിയമസഭയിൽ ഉന്നയിക്കാനും അതിനുവേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കാനും ഞാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ തീർച്ചയായിട്ടും മുന്നോട്ട് വരും. മറ്റ് സഹപ്രവർത്തകരോടൊപ്പം നിന്നുകൊണ്ട് ഞാൻ അതിനായി പരിശ്രമിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ മഹത്തായ ശില്പശാല ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് നന്ദി ചെയ്യുന്നു.